8th ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ പാഠമായ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്നത് നമ്മൾ പാർട്ട് 1 നമ്മൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഇതിൻ്റെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പഠിച്ചു. എന്താണ് സെല്ല്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ്, എന്താണ് മൈക്രോസ്കോപ്പും മൈക്രോസ്കോപ്പിൻ്റെ വേരിയസ് പാർട്സൊക്കെ നമ്മൾ നോക്കി. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, കോശം. അതായത് ഒരു സെൽ എന്താണ്, ഒരു കോശം അല്ലെങ്കിൽ ഒരു സെൽ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അതായത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു സസ്യകോശമാണ്, അതായത് ഒരു പ്ലാന്റ് സെല്ലാണ്. എന്താണ് പ്ലാന്റ് സെല്ലിനും ആനിമൽ സെല്ലിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതിൻ്റെ വേരിയസ് പാർട്സ്. ഇതിനൊരു പർട്ടിക്കുലർ ഷേപ്പ് അല്ലേ, ഈ ഷേപ്പ് ഉണ്ട്. അതായത് സസ്യങ്ങളുടെ കോശങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്, അതിനൊരു സ്റ്റിഫ്നെസ്, ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ കോശത്തിൻ്റെ ഉള്ളിൽ, ഇതൊരു കോശമായിട്ട് നമുക്ക് ആദ്യമേ ഈ കോശത്തിൻ്റെ പാർട്സ് ഒക്കെ പഠിക്കാം. ഈ കോശത്തിൻ്റെ ഉള്ളിലുള്ള ഈ പാർട്സുകളേക്ക് നമ്മൾ ഓർഗനൽസ് എന്നാണ് പറയുക. ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അവയവങ്ങൾ അല്ലേ, ശരീരത്തിലെ അവയവങ്ങൾ നമ്മൾ ഓർഗൻ എന്ന് പറയും. ഹാർട്ട് ഈസ് എൻ ഓർഗൻ, ഇൻറ്റേർണൽ ഓർഗൻ, അതുപോലെ ബ്രെയിൻ ഈസ് എൻ ഓർഗൻ എന്ന് പറയുന്ന പോലെ ഇതൊരു കോശമാണെങ്കിൽ ഈ കോശത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഓർഗനൽസ് എന്നാണ് പറയുക. ഈ വേരിയസ് ഓർഗനൽസിൻ്റെ പേരൊക്കെ ഒന്ന് നോക്കാം. അതായത് ഫസ്റ്റ് വൺ ന്യൂക്ലിയസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഫസ്റ്റ് വൺ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഈ ന്യൂക്ലിയസ് ആണ് നമ്മുടെ ഈ സെല്ലിൻ്റെ എല്ലാ ഫങ്ഷനും നിയന്ത്രിക്കുന്നത്. സെല്ലിൻ്റെ എല്ലാ ഫങ്ഷനും നിയന്ത്രിക്കുന്നതും അതുപോലെ ഇതിൻ്റെ ഉള്ളിലാണ് ജനറ്റിക് കോഡ്സ്, അതായത് DNA, ഇപ്പോൾ ജീൻസ്, അതുപോലെ ക്രോമസോംസ്, അതായത് ഒരു പാരൻറ്റിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ബേബിയിലേക്ക് എത്തിച്ചേരാനുള്ള ഘടകങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഏതാണ്, ഈ ന്യൂക്ലിയസ് ആണ്. അതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്നറിയപ്പെടുന്നതും ന്യൂക്ലിയസ് ആണ്. ഈ വയലറ്റ് കളറിൽ കാണുന്ന ഈ ഒരു റൗണ്ട് ഷേപ്ഡ് സ്ട്രക്ചർ. പിന്നെ സെൽ മെംബ്രെയിൻ. ഈ ന്യൂക്ലിയസ് ഒക്കെ ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണെന്ന് ചോദിച്ചാൽ ഓരോ ഓർഗനലിനും സെപ്പറേറ്റ് ആവരണമുണ്ട്. ഒരു ആവരണം ഇവയെല്ലാം പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തമാണ്. ന്യൂക്ലിയസ് മറ്റുള്ളവയിൽ നിന്നും ന്യൂക്ലിയസിനെ രക്ഷിക്കുവാനായിട്ട് ന്യൂക്ലിയസിന് ഒരു ആവരണമുണ്ട്, അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയും നമ്മൾ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഈ സെല്ലിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. ഇത് നല്ലൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. ഈ ഷേപ്പിന് പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? ഈ ഒരു സെല്ലിനെ മറ്റൊരു സെല്ലിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്തായിരിക്കും? ഒരു കോശത്തിനെ മറ്റൊരു കോശത്തിൽ നിന്നും വേർതിരിക്കുന്നത് അതിൻ്റെ സെൽ മെംബ്രെയിനാണ് അല്ലേ. ഇപ്പം നമ്മുടെ ശരീരത്തെ ഈ മറ്റുള്ള എല്ലാത്തിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണ്? നമ്മുടെ സ്കിന്നാണ്. നമ്മുടെ സ്കിൻ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ ഈ ഒരു കോശത്തെ മുഴുവനായും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ആവരണത്തിന് പറയുന്ന പേരാണ് എന്ത്? സെൽ മെംബ്രെയിൻ. ഇവിടെ സെൽ മെംബ്രെയിൻ നിങ്ങൾ കണ്ടു. ഓക്കെ, അതേപോലെ തന്നെ ഈ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പാളികളായിട്ട് നമുക്ക് കാണാം. ഒന്ന് സെൽ മെംബ്രെയിൻ, ഉൾവശത്തൂടെ കാണുന്നതാണ് സെൽ മെംബ്രെയിൻ. അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് നമുക്ക് കാണാം ഒരു നല്ല സ്റ്റിഫായിട്ട് ഒരു ഷേപ്പിൽ ഇങ്ങനെ കാണുന്ന ഒരു വരണം. അതിന് പറഞ്ഞ പേരാണ് ഇത് സെൽ വാൾ. എന്താണ്? സെൽ വാൾ. ഇത് കണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും സെൽ വാൾ. ഈ സെൽ വാൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ആക്ച്വലി ഈ സെൽ വാൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. ഇത് ഇവിടെ സെൽ മെംബ്രെയിൻ നിങ്ങൾക്ക് കാണാം, സെൽ വാൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. ഈ ഒരു സ്ട്രക്ചറാണ് ആക്ച്വലി ഈ ഒരു കോശത്തിൻ്റെ ഷേപ്പ് നൽകുന്നത്. ഷേപ്പും അതിനൊരു സ്റ്റിഫ്നെസ്സും ഒക്കെ നൽകുന്നത് എന്താണ്? സെൽ വാളാണ്. ഈ ആനിമൽ സെല്ലിനും പ്ലാന്റ് സെല്ലിനും മെയിനായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ആനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല. ആനിമൽ സെല്ലിന്, അതായത് ജന്തുകോശത്തിന് സെൽ വാൾ എന്ന് പറയുന്ന വസ്തു ഇല്ല. അതേസമയം ചെടികളുടെ കോശങ്ങൾക്ക് മാത്രമേ സെൽ വാൾ ഉള്ളൂ. മനസ്സിലായില്ലേ? റൈബോസോം ഇത് ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ? അതായത് ഈ ഒരു നീണ്ട ട്യൂബ് പോലൊരു വസ്തുണ്ട്, കുറച്ച് ട്യൂബുകൾ പെടുന്ന വസ്തുക്കളുണ്ട്. അവയെ പറ്റി പിടിച്ചിരിക്കുന്ന കടുകുമണി പോലുള്ള കുറച്ച് ചെറിയ ചെറിയ തരികളെ കണ്ടില്ലേ, ഇവയാണ് നമ്മൾ റൈബോസോം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം ഫംഗ്ഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും കേട്ടോ. അതാണ് റൈബോസോം. പിന്നെ ഈ കാണുന്ന ഈ റൈബോസോം പിടിച്ചിരിക്കുന്ന ട്യൂബ് വസ്തുക്കളാണ് എന്ത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 ടൈപ്പിലുണ്ട്. ഓക്കെ, ഈ ട്യൂബ് പോലെ കാണുന്നതുമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 തരത്തിലുണ്ട്. അതായത് ഒന്ന്, ഈ റൈബോസോം അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ചില എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലംസിൽ റൈബോസോംസ് പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർഫേസ് ഇങ്ങനെ ഒരു തരിതരികളായിട്ട് ഇത് റൈബോസോം പറ്റിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫേസ് വളരെ റഫ് ആയിരിക്കും. അത്തരത്തിൽ റഫ് സർഫേസായി കാണപ്പെടുന്ന ഇവറ്റകളെ നമ്മൾ എന്ത് പറയും?
റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. അതേസമയം റൈബോസോം പറ്റിപ്പിടിച്ചിട്ടില്ലാത്ത സ്മൂത്ത് സർഫേസ് ഉള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമ്മൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും പറയും. ഇവിടെ ഫംഗ്ഷനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ഇതൊന്ന് നമുക്ക് പരിചയപ്പെടാം. സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് കണ്ടൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ, ഈ കോശത്തിൻ്റെ ഉള്ളിൽ മുഴുവനായി ഫ്ലൂയിഡ് കണ്ടൻ്റ് ആണ്. ആ ഒരു ഫ്ലൂയിഡ് കണ്ടൻറ്റിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്ന എല്ലാ ഓർഗനൽസും സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ക്ലോറോപ്ലാസ്റ്റ്, ഈ പ്ലാന്റ് സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സെല്ലുലാർ ഓർഗണലാണ്. ചെടികളിൽ മാത്രം കാണപ്പെടുന്നവയാണ്, അല്ലെങ്കിൽ പ്ലാന്റ്സിൽ മാത്രമേ ഇത് കാണപ്പെടുകയുള്ളൂ. കാരണം എന്തായിരിക്കും? ക്ലോറോപ്ലാസ്റ്റിന് ഒരു പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഇറ്റ് കണ്ടെയ്ൻസ് ക്ലോറോഫിൽ. എന്താണ് ക്ലോറോഫിൽ? ക്ലോറോഫിലാണ് എന്ത്? സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു ചെടിയെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ ചെയ്യുവാനും സ്വയം ഫുഡ് നിർമ്മിക്കുവാനും സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഫോട്ടോസിന്തസിസ് എന്ന കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സോ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഈ കാണുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? ക്ലോറോഫിൽ ഉള്ളത്. അത് ചെടികൾക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അത് പച്ച കളറാണ്. കാരണം എന്താ? ചെടികൾ മാത്രമാണ് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ പെർഫോം ചെയ്യുന്നത്. ഇവിടെ സെൽ വാളിനെ കുറിച്ച് പഠിച്ചു. സെൽ വാൾ ഉള്ളത് കൊണ്ട് ഈ സെല്ലിന് പ്രൊട്ടക്ഷനും ഷേപ്പും സ്റ്റിഫ്നെസ്സും ലഭിക്കുന്നു. അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയ, അടുത്ത സെല്ലുലാർ ഓർഗണലാണ് മൈറ്റോകോൺട്രിയ. എന്താണ് ഈ മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ? ഈ കാണുന്ന ചെറിയ റൗണ്ട് ഈ റെഡിഷ് കളറിൽ കാണപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചറാണ് മൈറ്റോകോൺട്രിയ. ഇതെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഊർജ്ജം ആവശ്യമാണ്. നമുക്ക് നമ്മുടെ മൊബൈലിന് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിനോ എനർജി ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് കറണ്ടിൽ കുത്തിയിട്ട് അല്ലെങ്കിൽ കറണ്ടിൽ ചാർജ് ചെയ്യും അല്ലേ? അതേപോലെ തന്നെ ബാറ്ററി, ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു ടോർച്ച് വർക്കിംഗ് ചെയ്യണമെങ്കിൽ അതിനൊരു ബാറ്ററി ചാർജ് ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ അതിന് പവർ ആവശ്യമാണ്, അല്ലെങ്കിൽ എനർജി ആവശ്യമാണ്. അതിനുള്ള വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി നമ്മൾ എവിടുന്ന് നമുക്ക് ലഭ്യം? ബാറ്ററിക്ക് അതിൻ്റെ പേര്? ടോർച്ചിന് ലഭ്യമാകുന്ന എവിടെ നിന്നാണ്? നമ്മളതിനുള്ളിൽ വയ്ക്കുന്ന ബാറ്ററിയിൽ നിന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ബയോകെമിക്കൽ എനർജി മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സെല്ലുലാർ ഓർഗനിലാണ് എന്ത്? മൈറ്റോകോൺട്രിയൻ. അതുകൊണ്ട് തന്നെ ഈ മൈറ്റോകോൺട്രിയനെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് വിളിക്കുക. പിന്നെ അടുത്തത് വാക്യൂൾ. ഇത് കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയ ബബിള് പോലെ ഒരു സാധനം. ഈ ബബിള് പോലൊരു കാണപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചറാണ് വാക്യൂൾ. ഈ വാക്യൂളിൻ്റെ ഉള്ളിലാണ് ജലം സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അത് വെള്ളം മാത്രമല്ല, കുറച്ച് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസും അതുപോലെ കുറച്ച് വസ്തുക്കളൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. പ്രധാനമായിട്ടും പ്ലാന്റ് സെല്ലിൽ ഈ വാക്യൂൾ വളരെ വലുതായി കാണപ്പെടും. അങ്ങനെ വലുതായിട്ട് ഇത് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ജലത്തിൻ്റെ അല്ലെങ്കിൽ ആ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൊണ്ട് ഇതിനൊരു പ്രത്യേക സ്റ്റിഫ്നെസ്സും അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ്, ഇതിൻ്റെ ആ ഒരു ഷേപ്പും സ്റ്റിഫ്നെസ്സും, സെല്ലിൻ്റെ ഷേപ്പും സ്റ്റിഫ്നെസ്സും മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് ഈ സെല്ലിനെ സഹായിക്കുന്നതും വാക്യൂളാണ്. അതുപോലെ തന്നെ ഇതിനാവശ്യമായ വസ്തുക്കളൊക്കെ ജലം, ഇൻക്ലൂഡിങ് വാട്ടർ, ഫുഡ് പോലത്തെ ന്യൂട്രിയൻസ്, അതുപോലെ എക്സ്ട്രേറ്ററി മെറ്റീരിയൽസ് ഒക്കെ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. പിന്നെ അടുത്തത് ഗോൾഗി കോംപ്ലക്സസ് ആണ്. എന്താണ് ഇതെന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ കണ്ടില്ലേ, യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ സെൽ വാൾ, ദ സെൽ മെംബ്രെയിൻ. അതായത് സെൽ വാളിനെ കുറിച്ച്, സെൽ മെംബ്രെയിനെ കുറിച്ചൊക്കെ പഠിച്ചു. സെൽ വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിൻ്റെ, അത് പ്രത്യേകിച്ച് പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുകയുള്ളൂ. പ്ലാന്റ് സെല്ലിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയറാണ് സെൽ വാൾ. അതേസമയം അനിമൽ സെല്ലിന് ഇത്തരത്തിലുള്ള സെൽ വാൾ ഇല്ലാന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ അനിമൽ സെല്ലിന് ഒരേ ഒരു ആവരണം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേര് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ്. എന്നാൽ പക്ഷേ നമുക്കിവിടെ നോക്കാം, പ്രോട്ടോപ്ലാസമും സൈറ്റോപ്ലാസവും എന്താണെന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു കോശത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഒരു കോശം എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡിൻ്റെ ഉള്ളിലാണ് മറ്റുള്ള ഓർഗനൽസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് എന്താണ് പ്രോട്ടോപ്ലാസം, എന്താണ് സൈറ്റോപ്ലാസം എന്ന് നമുക്ക് നോക്കാം. അതായത് all substances inside the cell membrane constitute the protoplasm. ഒരു കോശത്തിൻ്റെ ഉള്ളിൽ, അതായത് ആ കോശത്തിൻ്റെ സെൽ മെംബ്രെയിനുള്ളിലായിട്ട് അടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്ത് പറയും? പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഇൻക്ലൂഡിങ് ദ ഓർഗനൽസ്, ന്യൂക്ലിയസ് ആൻഡ് ദ മൊത്തം എൻറ്റയർ ഫ്ലൂയിഡ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ. അതിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും? അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു ബലൂണിനകത്ത് നമ്മൾ വീർപ്പിച്ച ബലൂണിനകത്ത് കുറച്ച് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും? അതേപോലെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അപ്പം ഇതിനെ പറഞ്ഞ പേരാണ് പ്രോട്ടോപ്ലാസം. ഈ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയുണ്ട്? എല്ലാം, സെല്ലിൻ്റെ ഉള്ളിലുള്ള എല്ലാ വസ്തുക്കളെയും ഇൻക്ലൂഡിങ് ആ ഫ്ലൂയിഡ്, ഓർഗനൽസ്, ന്യൂക്ലിയസ് എല്ലാത്തിനും കൂടി ചേർത്ത് പറയുന്നതാണ് പ്രോട്ടോപ്ലാസം. എന്നാൽ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ന്യൂക്ലിയസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തെയുമാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പാർട്ടിനെ മാത്രം ഒഴിച്ചു നോക്കിയാൽ റിമൈനിങ് അതായത് ന്യൂക്ലിയസിൻ്റെ പുറമേ കാണപ്പെടുന്ന സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിന് പുറമേ കാണപ്പെടുന്ന മുഴുവൻ ഫ്ലൂയിഡും അതുപോലെയുള്ള ഓർഗനൽസിനെ എല്ലാത്തിനെയും ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിലാണ് ഈ ഒരു ലൈഫ് ആക്ടിവിറ്റീസ്, അതായത് ഒരു ജീവൻ നിലനിൽക്കുവാൻ ആവശ്യമായ എല്ലാ ലൈഫ് ആക്ടിവിറ്റീസും ഇൻക്ലൂഡിങ് റെസ്പിറേഷൻ, അതുപോലെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, എല്ലാ കാര്യങ്ങളും നടക്കുന്ന എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. പിന്നെ ഇവിടെ ഞാൻ സെൽ ഓർഗനൽസിനെ കുറിച്ച് പറഞ്ഞു. ഒരു കോശത്തിൻ്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ആ ഒരു ഓരോരോ ഭാഗങ്ങളെയാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. അപ്പം ഒരു കോശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഫിസിയോളജിക്കൽ ഫങ്ഷൻസും നടക്കുന്നത് എവിടെയാണ്? ഈ കോശത്തിൻ്റെ ഉള്ളിലുള്ള സെൽ ഓർഗനൽസിലാണ്. ഓരോ ഓർഗനൽസിനും ഓരോരോ പ്രത്യേക ഫങ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഓർഗനൽസ് നമ്മൾ പഠിച്ചു? ഗോൾഗി കോംപ്ലക്സസ്, ന്യൂക്ലിയസ്, അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? ഇതെല്ലാം ഓരോരോ ഓർഗനൽസ് ആണ്. ഇവയെല്ലാം കൂടി ചേർന്ന് ആണ് ഒരു ജീവിയുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇനി ഓരോ ഓർഗനൽസും അവയുടെ ഫങ്ഷൻസും നോക്കാം. ഫസ്റ്റ് വൺ മൈറ്റോകോൺട്രിയ. ഞാൻ ഓൾറെഡി പറഞ്ഞു, മൈറ്റോകോൺട്രിയയിലാണ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതായത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശത്തിനുള്ളിലെ പർട്ടിക്കുലർ പാർട്ടാണ് മൈറ്റോകോൺട്രിയ. അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിനെ അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്. അവിടെയാണല്ലോ പവർ ഹൗസിലാണല്ലോ സാധാരണ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇലക്ട്രിസിറ്റി കൊണ്ടാണല്ലോ നമ്മുടെ എൻ്റെയർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഇതിവിടെ കാണുന്ന ഈ ഒരു ക്യാപ്സുലേറ്റഡ് സ്ട്രക്ചർ, അതായത് ഒരു ചെറിയ ഒരു കപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ കാണാം. സോ രണ്ട് മെംബ്രെയിൻ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന അതായത് ഒരു ഡബിൾ മെംബ്രെയിനിയസ് സ്ട്രക്ചറാണ് ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമായി വരുന്ന പ്രത്യേകതരം ബോഡി പാർട്സ് ആണ് ലിവർ, ബ്രെയിൻ, അതുപോലെ നമ്മുടെ മസിൽസ്. കാരണം നമ്മൾ ഓടുകയും ചാടുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് മസിൽസിന് ഒരുപാട് എനർജി ആവശ്യമാണ്, ബ്രെയിനിനും ലിവറിനുമൊക്കെ ഒരുപാട് എനർജി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ള ഈ ഭാഗങ്ങളിലൊക്കെയാണ് മൈറ്റോകോൺട്രിയ ഏറ്റവും അധികം കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടാറ്. അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതിൽ കടുകുമണികൾ പോലെ ചെറിയ തരികൾ വിതറി വെച്ചിരിക്കുന്ന പോലെ ഒട്ടിയിരിക്കുന്നത് പോലെ കാണാൻ പറ്റും. ഇതൊരു റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോംസ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നതുകൊണ്ടാണ്. ആ ചെറിയ തരി പോലെ കാണപ്പെടുന്നത് എന്താണ്? റൈബോസോംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ദ പാസേജ് ഇൻ ദ സെൽ. എന്താണ് പാസേജ് ഇൻ ദ സെൽ? Conduction of materials inside the cell takes place through these organelles. അതായത് ഒരു കോശങ്ങളുടെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗങ്ങളിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ പാർട്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുപോലെ തന്നെ ആൾസോ നോൺ ആസ് ദ സൈറ്റോസ്കെലറ്റൻ, as it provides the firmness and shape to the cell. അതുപോലെ തന്നെ ഇതിന് അതുപോലെ തന്നെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് ഒരു മെറ്റീരിയലിനെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക്, അതായത് സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്കും അതുപോലെ എല്ലാ ഭാഗത്തേക്കും സെല്ലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്നത് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നാണ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓഫ് ദ സെൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, സൈറ്റോസ്കെലട്ടൺ. ഓക്കെ, എന്താണ് സ്കെലട്ടൺ? അതായത് നമ്മുടെ അസ്ഥികളെയാണല്ലോ നമ്മൾ സ്കെലട്ടൺ എന്ന് പറയുന്നത്. അതെ, അപ്പം അസ്ഥികളെയാണ് സ്കെലട്ടൺ എന്ന് പറയുന്നത്. നമ്മുടെ അസ്ഥികളാണ്, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ എല്ലും കൂട്, ഈ ഒരു അസ്ഥികൂടം അല്ലെങ്കിൽ നമ്മുടെ സ്കെലട്ടനാണ് നമ്മുടെ ശരീരത്തിന് ഷേപ്പ് നൽകുന്നതെങ്കിൽ, ഒരു ഫേംനെസ്സും ശക്തിയും ഷേപ്പും ഒക്കെ നൽകുന്നതെങ്കിൽ, അതേപോലെ തന്നെ ഈ സൈറ്റോസ്കെലട്ടൺ എന്നറിയപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് ഒരു കോശത്തിന് ഫേംനെസ്സും ഷേപ്പും ഒക്കെ നൽകുന്നത്. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിൽ നമുക്ക് പാർട്ട് 3 കാണാം. Thank you for watching.